നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത മഴയിലും കാറ്റിലും പരക്കെ നാശനഷ്ടം. മരങ്ങൾ വീണ് വീടുകൾക്ക് നാശനഷ്ടം. നിരവധി വീടുകളിൽ വെള്ളം കയറി. കീഴ്പള്ളിക്കര മുനയം ബണ്ട് സമയബന്ധിതമായി തുറക്കാത്തതിനാൽ കരയിടിഞ്ഞ് വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. പ്രതിഷേധം ശക്തമായി. വടനപ്പള്ളി ദേശീയപാതയിൽ ചിലങ്ക ഭാഗത്തെ വെള്ളക്കെട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ മുനയത്ത് വർഷം തോറും നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ട് സമയബന്ധിതമായി പൊളിച്ചു നീക്കാത്തത് മൂലം പുഴയുടെ പടിഞ്ഞാറുവശം വൻതോതിൽ ഇടിഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ 15 സെന്റോളം സ്ഥലം പുഴയെടുത്തുപോയി. നിരവധി വീടുകൾ തകർച്ച ഭീഷണിയിലാണ്. മഴ ശക്തമായി വൻതോതിൽ പുഴയിൽ വെള്ളമുയർന്ന ബണ്ട് കവിഞ്ഞ വെള്ളമൊഴുകിയിട്ടും താൽക്കാലിക ബണ്ട് പൊളിച്ചു നീക്കാൻ ഉദ്യോഗസ്ഥരോ കരാറുകാരോ തയ്യാറായില്ല. ഇതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായത്. ഇപ്പോഴത്തെ ബണ്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്നും കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരുന്ന മുളകളും അനുബന്ധ സാധനങ്ങളും തന്നെ നിർമ്മാണത്തിന് ഉപയോഗിച്ചതെന്നും ആക്ഷേപമുണ്ട്. അവരത് തുറക്കാണ്ടാണ് ഈ പടിഞ്ഞാറ് സൈഡ് കള തുറന്നത്. അത് ആ മണ്ണെടുത്ത് കയറ്റി വെക്കേണ്ട കാരണം ആ മണ്ണ് കയറ്റിയെടുത്ത് വെക്കേണ്ട കാരണം അവിടെ കള വയ്ക്കാൻ ചെയ്തത്. അത് ആദ്യമേ അവിടെ കിഴക്കേ ഭാഗത്ത് കള വയ്ക്കാൻ വെച്ചാൽ ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ട്. ആ കള തുറക്കാണ്ടാണ് പടിഞ്ഞാറ് സൈഡ് കള വെച്ച് ഈ വീടും ഈ പരിസരം മുഴുവൻ ഈ മണ്ണടിച്ച് കൊടുത്തു. ഈ കൊച്ചുകൂടെ ഞങ്ങൾ ഓടി കളിക്കുന്നോടത്ത് എന്ത് തരത്തിൽ ഞങ്ങൾ ഇവിടെ കിടന്നു. ഈ കുടുംബ ഫാമിലി മൊത്തം ഒരു 5-8 വീടുകളെടുത്ത് കള വെച്ചവർ ആ സ്ഥലത്ത് കിഴക്കേ ഭാഗത്ത് കറ വയ്ക്കാനുള്ള ചിത്രയ്ക്കും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടായിരുന്നില്ല. കനോലി കനാലിലെ ഉപ്പുവെള്ളം ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കരുവന്നൂർ പുഴയിലേക്ക് കയറാതിരിക്കാനായാണ് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ഓരോ വർഷവും മുനയം ബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട്. 25 ലക്ഷത്തിലധികം മുടക്കി നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ടിൽ വൻ തിരിമറി നടക്കുന്നുവെന്നാണ് ആക്ഷേപം. ഇതു സംബന്ധിച്ച് വിജിലൻസ് കേസുകളും ഉണ്ടായിരുന്നു. പഴയ ബണ്ടിന്റെ സാമഗ്രികൾ തന്നെ നിലനിർത്തി പണിയുന്ന ബണ്ടിന് ബലം കുറവാണെന്നും സമീപവാസികൾ പറയുന്നു. താൽക്കാലിക തടയണയ്ക്ക് ബദലായി സ്ഥിരം റെഗുലേറ്റർ എന്ന ആവശ്യം വർഷങ്ങളായി നിലനിന്നിരുന്നതാണ്. അവിശുദ്ധമായ ഇടപെടലുകളെ തുടർന്ന് നീണ്ടുപോയ സ്ഥിരം റെഗുലേറ്ററിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് ഈയിടെയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊട്ടിഘോഷിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടും ഇതുവരെ നിർമ്മാണം തുടങ്ങാനായിട്ടില്ല. സ്ഥിരം റെഗുലേറ്റർ കം ബ്രിഡ്ജിനായി നേരത്തെ 24 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. പ്രളയം മൂലം മാറ്റം വരുത്തിയ ഡിസൈൻ അനുസരിച്ച് 34.25 കോടി രൂപ വേണം സ്ഥിരം ബണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ. അധിക തുകയ്ക്കായി നബാർഡിനെ സമീപിച്ചിരുന്നു. മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ താന്യം കാട്ടൂർ ഭാഗങ്ങളിൽ നിന്നുള്ള ഭൂമി ഏറ്റെടുക്കലുമായും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ നിർമ്മാണം സംബന്ധിച്ച് ഇപ്പോൾ യാതൊരു നടപടികളുമില്ല. അപകടാവസ്ഥ ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും അറിയിച്ചിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന് പഞ്ചായത്ത് അംഗം CL ജോയ് പറഞ്ഞു. കെട്ടിന്റെ മുകളിൽ കൂടെ ഓവർഫ്ലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമീപവാസികൾ കോൺട്രാക്ടറെയും AE വിളിച്ചറിയിക്കുകയും ചെയ്തു. വളരെ നിരുത്തരവാദപരമായിട്ടാണ് കോൺട്രാക്ടറും ഡിപ്പാർട്ട്മെൻറ്റും പെരുമാറുന്നത്. ഇന്നലെ 3 മണി മുതൽ കെട്ടിന് മുകളിൽ കൂടെ വെള്ളം പോയിട്ടും വെറും ഒരാളെ നിർത്തി കുത്താമ്പാറ കൊണ്ട് മുകളിലെ മണ്ണ് നീക്കി ഈ ബണ്ടിൻ്റെ ചരിഞ്ഞ ഭാഗമായ പടിഞ്ഞാറ് വശത്ത് കൂടി വെള്ളം ഒഴുക്കി വിട്ടതിന് ഫലമായിട്ടാണ് ഇന്ന് കെട്ട് തള്ളി ഈ സൈഡ് മുഴുവൻ തള്ളിപ്പോയത്. ഏകദേശം 10-12 സെൻറ്റ് സ്ഥലം ഇന്ന് ഒലിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോഴും വീട്ടുകാർ ഭീഷണിയിലാണ്. ഈ സമയമായിട്ടും JCB കൊണ്ടുവരികയോ മണ്ണ് നീക്കി വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് നടത്തുന്നതിന് വേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഞാൻ പഞ്ചായത്ത് മെമ്പർ നിലയിൽ ഇക്കരെ വന്ന് AEയും കോൺട്രാക്ടറൊക്കെ ഇക്കരമേ വിളിച്ചപ്പോൾ അവരാരും ഇങ്ങോട്ട് വരാൻ തന്നെ തയ്യാറില്ല. നിരുത്തരവാദപരമായ നിലപാടാണ് അധികൃതർ കൈക്കൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പുഴയുടെ അരികിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ എത്രയും വേഗം ഉണ്ടാകണമെന്ന് താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ ആവശ്യപ്പെട്ടു. മുൻ MLA ഗീതാഗോപിയും സർക്കാരും കൊട്ടും കുരവയുമായി നടത്തിയ സ്ഥിരം ബണ്ട് ഉദ്ഘാടനം ജനങ്ങളുടെ മുന്നിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നാടകം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ രംഗത്തെത്തി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ സെക്രട്ടറി EP ജാൻസി, മണ്ഡലം സെക്രട്ടറി NS ഉണ്ണിമോൻ, പഞ്ചായത്ത് പ്രസിഡന്റ് വിനോബ് VV, ജനറൽ സെക്രട്ടറി സുനിൽ പാറമ്പിൽ, മണ്ഡലം സമിതി അംഗം കൃഷ്ണനുണ്ണി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സ്ഥിരം ബണ്ട് എന്നൊരു പരിഹാരം കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു പരിഹാരം ഉടനെ തന്നെ ഇതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ താന്യം പഞ്ചായത്ത് കമ്മിറ്റിക്ക് അറിയിക്കുക.
കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുന്ന തൃപ്പിയാർ സെന്ററിലെ ബസ് സ്റ്റോപ്പിന് മുൻപിലുള്ള കുഴിയിൽ വാഴ നട്ടുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എത്രയോ അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഗുരുതരമായ പരിക്കുകളോടെ അങ്കമാലി ഹോസ്പിറ്റലിൽ വരെ ഈ കുഴിയിൽ വീണവർ ചികിത്സയിൽ കഴിയുകയാണ്. ബസ്സിൽ കയറാനോ ബസ്സിൽ നിന്ന് ഇറങ്ങാനോ ഇവിടെ സാധിക്കുന്നില്ല. എന്നാൽ ഒന്നിനും കൊള്ളാത്ത പഞ്ചായത്ത് നോക്കുകുത്തിയായി കാഴ്ചക്കാരായി മാറുകയാണ്. കാലവർഷം മുതലെടുത്ത് മണ്ണെടുക്കാനും മണ്ണ് കടത്താനും അത് കട്ട് വിൽക്കാനുമാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കും CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനും താല്പര്യം. നമ്മുടെ മുന്നിൽ ഡിവൈഡർ നിൽക്കുന്നുണ്ട്. ട്രാഫിക് സിഗ്നലുമായി ബന്ധപ്പെട്ട ഡിവൈഡർ നമ്മുടെ മുന്നിലുണ്ട്. ആ ഡിവൈഡറിൽ അപകടം നിത്യ കാഴ്ചയാണ്. ആ ഡിവൈഡറിന്റെ ദൂരം തന്നെ വാഹനങ്ങൾ ഇടിച്ച് ആ ഡിവൈഡറിന്റെ ദൂരം വളരെ പരിമിതപ്പെട്ടിരിക്കുകയാണ്. ഡ്രീംലാൻഡ് പരിസരത്തുനിന്ന് ആയിരുന്നു ഡിവൈഡർ തുടങ്ങിയതെങ്കിൽ വടക്ക് ഭാഗത്ത് ഇന്നത് എത്രയോ മീറ്റർ ഇടിച്ചിടിച്ച് തകർന്നിരിക്കുന്നു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. അപകടങ്ങൾ പെരുകുമ്പോൾ CPM നാട്ടിക പഞ്ചായത്ത് ഭരണം നോക്കുകുത്തിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CG അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, AN സിദ്ധപ്രസാദ്, ബിന്ദു പ്രദീപ്, KV സുകുമാരൻ, PC ജയബാലൻ, രഹന ബിനീഷ്, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. നാട്ടിക ട്രിക്കോട്ട മിൽസ് തൊഴിലാളി കൂട്ടായ്മയുടെ സംഗമം നടന്നു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന സംഗമം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അനിൽ പുളിക്കൽ മുഖ്യാതിഥിയായി. MV വിമൽ കുമാർ, NK രഘുനാഥ്, TK ദേവദാസ്, TC ഉണ്ണികൃഷ്ണൻ, MB മോഹനൻ എന്നിവർ സംസാരിച്ചു. 2000-ലാണ് നാട്ടിക ട്രിക്കോട്ട കോട്ടൺ മിൽസ് അടച്ചുപൂട്ടിയത്. അന്നത്തെ തൊഴിലാളികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സംഗമം നടന്നത്. കരയാവട്ടം നോർത്ത് മഴവില റെസിഡൻസ് അസോസിയേഷൻ മയക്കുമരുന്നിനെതിരെ കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. വലപ്പാട് പഞ്ചായത്ത് തൊഴിൽ പരിശീലന കേന്ദ്രം ഹാളിൽ നടന്ന യോഗം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ജ്യോതി രവീന്ദ്രൻ മുഖ്യാതിഥിയായി. വടനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. അധ്യക്ഷൻ അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ കാളിപ്പറമ്പിൽ, സെക്രട്ടറി സുരേഷ് മാരാത്ത്, ട്രഷറർ സുരേഷ് കുമാർ വാലിപ്പറമ്പിൽ, കണ്ണൻ പള്ളിത്തറ, രാജൻ പട്ടാട്ട്, VR രാജേന്ദ്രൻ മാസ്റ്റർ, ശോഭകുമാർ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. അവരെല്ലാം അവരുടെ ശരീരം നോക്കിക്കൊണ്ട് വേണം അത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടും. മയക്കുമരുന്ന് ഒരു കാരണവശാലും നമുക്ക് ഘടിപ്പിക്കാൻ കഴിയുന്നൊന്നല്ല. നമ്മുടെ ശരീരത്തെ, തലച്ചോറിന്, നമ്മുടെ പ്രദേശത്തെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുക മാത്രമല്ല ചെയ്യുക, അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലേ നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തി. അതിനെതിരായിട്ടാണ് നിങ്ങൾ പടം പിരിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും മഴവില്ല് പോലെ പലവിധ കളറുകളാണ് നമുക്ക് മഴവില്ല് എന്ന് പറയുമ്പോൾ. ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒന്നാണ് മഴവില്ല്. 6 വർഷമായി യാത്രാ ദുരിതമൊഴിയാത്ത പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡ് മഴ ശക്തമായതോടെ തീർത്തും ഗതാഗത യോഗ്യമല്ലാതായി. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ച് അതേപടി കിടന്ന മാസങ്ങൾക്കു ശേഷം ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ തട്ടിക്കൂട്ട് കുഴിയടയ്ക്കൽ നടത്തും. കാലങ്ങളായി തുടരുന്ന ഈ ദുരിതം മഴ ശക്തമായതോടെ ഇരട്ടിയായി. കാൽനട പോലും സാധ്യമാകാത്ത രീതിയിലാണ് റോഡിന്റെ അവസ്ഥ. റോഡ് പൊളിച്ചിട്ട മണ്ണ് കാനകളിൽ നിറഞ്ഞതോടെ ഒരു മഴയിൽ തന്നെ പലയിടത്തും മുട്ടോളം വെള്ളമുയർന്നു. റോഡിലെ വലിയ കുഴികളിൽ ഇരുചക്ര വാഹന യാത്രക്കാർ വീണ് അപകടം പറ്റുന്നുണ്ട്. വേനൽക്കാലത്ത് തന്നെ തീർക്കാവുന്ന പണികൾ ഉദ്യോഗസ്ഥരും കരാറുകാരുടെയും അനാസ്ഥ മൂലമാണ് നീണ്ടുപോയത്. ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ ഏകോപനമില്ലാത്തതാണ് റോഡിന്റെ അവസ്ഥയ്ക്ക് കാരണമായത്. ഈ പാതയിൽ വാഹനം ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികളുടെ ദുരിതം പറഞ്ഞാലും തീരില്ല. വണ്ടി ഓടിക്കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിക്കേണ്ടി വന്നതോടെ പലരും ഓട്ടം നിർത്തി. നിരവധി കുടുംബങ്ങളാണ് ഇതുമൂലം കഷ്ടത്തിലായിരിക്കുന്നത്. പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിൻ്റെ ദുരിതാവസ്ഥയാണ് ഈ നേരിൽ കാണുന്നത്. കഴിഞ്ഞ 6 വർഷങ്ങളായി ഈ ദുരിതം ഈ റോഡിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലവിധ പദ്ധതികളുമായിട്ട് അമൃതം പദ്ധതി, ജലനിധി പദ്ധതി, കിഫ്ബി പദ്ധതി, പഞ്ചായത്തുകളിലേക്കുള്ള പദ്ധതി, ഇങ്ങനെ വിവിധ വെള്ളത്തിന് മാത്രമായി തന്നെ വിവിധ പദ്ധതികൾ വെച്ചുകൊണ്ട് ഈ റോഡിൻ്റെ മാറ് പൊളിക്കുന്ന മാതിരിയാണ് വലിയ രീതിയിൽ ഇത് പൊളിച്ചു പോയത്. തുടർ നടപടികൾ ഉണ്ടാകാറില്ല. പൊളിക്കുക, അത് മണ്ണിട്ട് മൂടുക എന്നല്ലാതെ പിന്നീട് നടക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിഷേധമുണ്ടെങ്കിൽ മാത്രം
അത് കുറച്ച് ഭാഗമൊക്കെ ടാർ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ റോഡിന് കഴിഞ്ഞ 6 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിന് എന്നും ഈ വെള്ളത്തിന് കുടിവെള്ളത്തിന് വേണ്ടി പൊളിച്ച് ഇങ്ങനെ യാത്രാ ദുരിതം ഉണ്ടാക്കുക എന്നുള്ളൊരു ദുർവിധി ഈ റോഡിനുണ്ടായിരിക്കുകയാണ്. ഇത് വാട്ടർ അതോറിറ്റിയുടെ വകുപ്പും അതുപോലെ തന്നെ പൊതുമരാമത്തിൻ്റെ വകുപ്പും തമ്മിൽ ഏകോപനമില്ല. ഇങ്ങനെ ഒരു വർക്ക് ഇത്രയും വലിയ ഒരു പ്രധാനപ്പെട്ട റോഡിൽ ഇങ്ങനെ ഒരു വർക്ക് നടക്കുമ്പോൾ അവർ തമ്മിലൊരു ഏകോപനത്തിലെത്തുന്നില്ല. അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരു പൊതുജനത്തിൻ്റെ സംസാരം ചെല്ലുമ്പോൾ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്നല്ലാതെ ഇതിനൊരു കൃത്യമായ മറുപടി പോലും കിട്ടുന്നില്ല. ഇതിന് MLA ഇതിന് പല രീതിയിൽ ഇടപെട്ടു എന്നാണ് അറിയുന്നത്, മന്ത്രിയുമായി ബന്ധപ്പെട്ടു എന്നറിയുന്നു. പക്ഷേ ഇന്നും അതിന് ഒരു നടപടികൾ ആകുന്നില്ല. ഇനി ഈ ജനം എവിടെയാണ് ഇതിനുമായി ബന്ധപ്പെടേണ്ടത്? ജനം സ്തംഭനാവസ്ഥയിലാണ്. സ്കൂൾ തുറന്നു, ഒരുപാട് വാഹനങ്ങൾ പോകേണ്ട റോഡാണിത്. സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങളും അതുപോലെ തന്നെ ഈ 1.5 കിലോമീറ്റർ പൊളിച്ചിട്ടിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ തന്നെ 100-ലധികം ഓട്ടോറിക്ഷക്കാർ ജീവനം നടത്തുന്നുണ്ട്. ഓട്ടോ ഓടിച്ചിട്ട് അവരുടെ വാഹനത്തിൻ്റെ വരുന്ന നഷ്ടങ്ങൾ, അവരുടെ ഈ സമയത്ത് ഓട്ടമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ളതിൽ ഈ 100-ൽ പരം ഓട്ടോറിക്ഷക്കാർ ഏറെ ചിന്തിച്ച് നിൽക്കുന്നൊരവസരമാണ്. ഇതിന് ശാശ്വതമായ പരിഹാരങ്ങൾ വേണം. നമുക്ക് വികസനം വേണം, വികസനത്തെ ആരും ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ വികസനത്തിന് വേണ്ടി നടത്തുന്ന പരിപാടികൾ അതിൻ്റെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇനിയും ഇവിടെ അപകട മരണങ്ങൾ ഉണ്ടാവരുത്. 2ഓളം അപകട മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ 6 വർഷത്തിനുള്ളിൽ ഈ റോഡിൻ്റെ ദുരിതാവസ്ഥയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. ഇനിയും നാളെ സ്കൂളുകളുടെ തുറന്നു സ്കൂൾ കുട്ടികൾ കൂടി സൈക്കിളുമ്മൽ ഇതിലെ പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് അധികാരികൾ കണ്ണു തുറന്ന് കാണുക തന്നെ വേണം. 100ഓളം ഓട്ടോ തൊഴിലാളികൾ റോഡിന്റെ അവസ്ഥയിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ്. പലതവണ പരാതി പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരുകയല്ലാതെ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. ഞാൻ ഇവിടെ 15 കൊല്ലമായിട്ട് ഓട്ടോറിക്ഷ ഓടിപ്പിക്കുന്നതാണ്. ഞാൻ ഇന്ന് ഓട്ടോറിക്ഷയില്ല, കംപ്ലൈൻ്റായിട്ട് കയറ്റിയിരിക്കുകയാണ്. ഈ റോഡിൽ കൂടെ ഓടിപ്പിച്ചിട്ടുള്ള കംപ്ലൈൻ്റാണ് എനിക്ക് വണ്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ 3 ലക്ഷത്തോളം ഉറുപ്പിക ചിലവാക്കി ഒരു വണ്ടി മേടിച്ചതാണ്. പിന്നെ എനിക്കൊരു ചെറിയൊരു കടയുണ്ട്, എൻ്റെ വൈഫിൻ്റേതാണ്. അത് ഈ പ്രദേശത്ത് കൂടെ പോകുന്ന പൊടി ശല്യം മൂലം അവൾക്ക് എൻ്റെ വൈഫിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആസ്പത്രി കേസ് വന്നു, അലർജി വന്നു. 10-20,000 റുപ്യോളം ഈ പൊടിശല്യത്തിൻ്റെ ഇതിൽ എനിക്ക് ചിലവിടേണ്ടി വന്നു. ഇപ്പം എൻ്റെ വണ്ടി തകരാറായിട്ട് വർക്ക്ഷോപ്പിലാണ്. ആക്സിലിൻ്റെ കംപ്ലയിൻറ്റ്, പല കംപ്ലയിൻറ്റുകളായിട്ട് കിടക്കുന്നത്. എനിക്ക് വണ്ടി ഓടിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ മേലധികാരികൾ ഈ റോഡ് നന്നാക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാനിരിക്കെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എടത്തിരുത്തി സ്നേഹസംഗമം കൂട്ടുകുടുംബം അനുമോദന യോഗം സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. അവരെന്നെ ഏൽപ്പിക്കാറാണ്, അത് ഈ വർഷവും തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, കുടുംബ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിയുക, അതാണ് നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ കൂടെയാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ജാതിയോ മതങ്ങളോ രാഷ്ട്രീയങ്ങളോ ഒന്നുമില്ലാതെ നന്മ നിറഞ്ഞ സ്നേഹമുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് ഇവരുടെ ഈ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനത്തിനും അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും എന്നാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും സപ്പോർട്ടുകളും ഉണ്ടായിരിക്കുമെന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. പഠനോപകരണം വിതരണം. എടത്തിരുത്തി പ്രിയദർശിനി ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ കുട്ടികളെ അനുമോദിച്ചു. സംഗമം പ്രസിഡന്റ് NK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി PK ഷാജു പദ്ധതി വിശദീകരണം നടത്തി. കലാസാംസ്കാരിക പ്രവർത്തകൻ RM സക്കറിയ മുഖ്യപ്രഭാഷണം നടത്തി. വസന്തകുമാരി ടീച്ചർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗായിക സംഗീത കൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം VV ജയൻ, കുടുംബസംഗമം വൈസ് പ്രസിഡന്റ് KK ഭാഗ്യം, സെക്രട്ടറി ധന്യ സുമേഷ്, അബ്ദുൾ അസീസ് തളിക്കുളം, സുകുമാരൻ വെള്ളാഞ്ചേരി, വിജി തമ്പി, റാണി സുഭീഷ്, ചിഞ്ചു സനീഷ് എന്നിവർ സംസാരിച്ചു.
എടത്തിരുത്തി അയിനിച്ചോട് തേവർപുരയ്ക്കൽ ധർമ്മദൈവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ദേവപ്രതിഷ്ഠ, സർപ്പപ്രതിഷ്ഠ, എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ശ്രീ മണക്കാട് പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ദേവപ്രതിഷ്ഠയും മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നാഗപ്രതിഷ്ഠയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് TV മോഹൻദാസ്, സെക്രട്ടറി TR രാമകുമാർ, ട്രഷറർ TV മണികണ്ഠലാൽ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തകൾ തുടരുന്നു. കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലം മേഖലയിൽ മരങ്ങൾ വീണ നാശനഷ്ടം. നിരവധി ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലും കാക്കാത്തിരുത്തിയിൽ മരം കടപുഴകി റോഡിലേക്ക് വീണു. ഇതേ തുടർന്ന് മൂന്നുപീടിക ഇരിങ്ങാലക്കുട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ കനത്ത കാറ്റിൽ മൂന്നുപീടിക സെന്ററിന് തെക്ക് വശത്ത് ദേശീയപാതയിലേക്ക് മരം വീണു. ഈ സമയം റോഡിൽ വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഞായറാഴ്ച ഹൈസ്കൂൾ റോഡ് പടിഞ്ഞാറ് ഭാഗത്ത് മരം വീണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണിരുന്നു. പലയിടത്തും മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. മൂന്നുപീടിക APJ അബ്ദുൽ കലാം റോഡിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം മേഖലയിൽ ഞായറാഴ്ച മുതൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുകയാണ്. KSEB അധികൃതർ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ശക്തമായ കാറ്റിലും മഴയിലും അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ വള്ളൂർ ഉദയം അങ്കനവാടി റോഡിൽ വള്ളൂർ കുഞ്ഞിമാമ മകൻ മോഹനന്റെ വീട്ടുവളപ്പിലെ തേക്ക് മരം റോഡിലേക്ക് കുറുകെ വീണ് വീടിന്റെ മതിൽ തകർന്നു. തൊട്ടടുത്ത മണ്ണാമ്പറമ്പത്ത് രാധാകൃഷ്ണന്റെ വീടിനു മുകളിലേക്ക് മരം വീണ് വീടിന് കേടുപാടും സംഭവിച്ചു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം 15ാം വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PK സുകന്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കളായ സുനിൽ P മേനോൻ, KF ഡൊമിനിക്, PMA ജബ്ബാർ, PT രാമചന്ദ്രൻ, KV അബ്ദുൾ മജീദ്, ശോഭന രവി, ബിജു, KV തമ്പി എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മൈക്രോബയോളജിയിൽ PhD നേടിയ ഡോക്ടർ ശ്രീലക്ഷ്മി, സംസ്ഥാനതല യുവജന ബോക്സിംഗ് മത്സരത്തിൽ വെങ്കലം നേടിയ ശ്രീനന്ദ എന്നിവരെയും മുതിർന്ന പൗരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അരി വിതരണവും നടത്തി. സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ പുസ്തകം, ബാഗ്, നിങ്ങൾ ഓരോ നേരത്തും അന്നം കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഓരോ അംശവും നിങ്ങൾ അച്ഛന്റെയും അമ്മയുടെയും ചോര നീരാക്കി എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും മക്കളെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ഈ പരുവത്തിന് ഇത്രയ്ക്ക് ആക്കി മാറ്റിയത്. ആ അമ്മേനെ അച്ഛനെയും തള്ളി പറഞ്ഞിട്ടുള്ളവർ, അമ്മേനെ അച്ഛനെ നിഷേധിക്കുന്നവർ, അമ്മേനെ അച്ഛനെ സ്നേഹിക്കാത്തവർ, ഒരു സംശയം വേണ്ട, അവരാരും ജീവിതത്തിൽ ഗതി പിടിക്കില്ല. വെളിച്ചം എള്ളുമാണ്. ഒരാളും ജീവിതത്തിൽ ഗതി പിടിക്കില്ല. കുറുമ്പിലാവ് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിലുള്ള കുളത്തിന് സമീപത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽ ശക്തമായ കാറ്റിനെ തുടർന്ന് കടപുഴകി വീണു. രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലാണ് ആൽ വീണത്. കാര്യമായ നാശനഷ്ടങ്ങളില്ല. ഏങ്ങണ്ടിയൂർ നന്മ ലേണിംഗ് സെന്ററിന്റെ പ്രവേശനോത്സവം നടന്നു. തളിക്കുളം ബ്ലോക്ക് പരിധിയിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ജീവിത നൈപുണി, വ്യക്തിത്വ വികാസം, ആശയവിനിമയ ശേഷി തുടങ്ങിയവ ലക്ഷ്യമിട്ട് തിരുമംഗലം UP സ്കൂൾ കേന്ദ്രമായി യാതൊരു ഫീസും ഈടാക്കാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് ഏങ്ങണ്ടിയൂർ നന്മ ലേണിംഗ് സെന്റർ. പ്രവേശനോത്സവം SN കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആര്യ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. P പരമേശ്വരൻ മാസ്റ്റർ അധ്യക്ഷനായി. PK ജയരാജൻ, നന്മ മുഖ്യ രക്ഷാധികാരി കേണൽ EV കൃഷ്ണൻ, ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ, മേജർ MGC നായർ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ, തിരുമംഗലം UP സ്കൂൾ പ്രധാന അധ്യാപിക റീന തോമസ്, C രാജശ്രീ P, യോഗാധ്യാപകൻ പ്രതാപൻ കളത്തിൽ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. വടനപ്പള്ളി നടുവിൽക്കര മിഡ്ലാൻഡ് അസോസിയേഷന്റെയും IMA ബ്ലഡ് ബാങ്കിന്റെയും നേതൃത്വത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലബിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുന്ന പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായി ഉപകരണങ്ങളുടെ വിതരണവും നടത്തി. ക്ലബിന്റെ വാർഷിക പരിപാടികളോടനുബന്ധിച്ച് പുറത്തിറക്കിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ഉണ്ടായി. നടുവിൽക്കര ബോധാനന്ദ വിലാസം LP സ്കൂളിലായിരുന്നു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 49 പേർ രക്തം ദാനം ചെയ്തു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം MS സുജിത്ത്, സെക്രട്ടറി KD ദേവാനന്ദ്, ട്രഷറർ രാഗേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുബിൻ, അമൽകൃഷ്ണ, അശ്വിൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സഹകരിച്ചുകൊണ്ട് ഉള്ള രക്തദാന ക്യാമ്പാണ് നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പാലിയേറ്റീവ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് രക്തദാന ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നത്.
കനത്ത കാറ്റിലും മഴയിലും പെരിഞ്ഞനത്ത് കൃഷിനാശം. പെരിഞ്ഞനം 10-ാം വാർഡിൽ കൊച്ചിപ്പറമ്പത്ത് ബാബുരാജിന്റെ കൃഷിയിടത്തിലാണ് നാശമുണ്ടായത്. രാവിലെ ഉണ്ടായ കനത്ത കാറ്റിൽ 40ഓളം വാഴകൾ ഒടിഞ്ഞു വീണു. ഇതിൽ കുലച്ച വാഴകളുമുണ്ട്. കൂടാതെ 10ഓളം കവുങ്ങ്, തെങ്ങ്, ചാമ്പ, നെല്ലി, പുളിമരവും ഒടിഞ്ഞു വീണിട്ടുണ്ട്. ആലപ്പാട് ചന്ദ്രധാര തിയേറ്റേഴ്സിന്റെ 67ാം വാർഷികാഘോഷം ആലപ്പാട് GLP സ്കൂൾ അഞ്ജലി ഹാളിൽ നടന്നു. കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇതൊരു കുടുംബ കൂട്ടായ്മയോ അല്ലെങ്കിൽ അതുപോലെ കുറേ പേർ ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടായ്മയോ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറേ കാലമായിട്ട് കുറച്ചു കാലം പ്രവർത്തനം മന്ദീഭവിച്ച ഒരു സംഘടനയായിട്ടാണ് എനിക്ക് ഇവിടെ നിന്നുള്ള എൻ്റെ പരിചയത്തിലൊരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇടക്കാലം നിശബ്ദമായിരുന്നെങ്കിലും ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ഈ ആലപ്പാട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് ആ സുഹൃത്തിനോട് പറഞ്ഞത്. കുടുംബ കൂട്ടായ്മകൾ അടക്കമുള്ള എല്ലാ കൂട്ടായ്മകളും ആ കുടുംബത്തിൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ സംഘത്തിൻ്റെ മാത്രമല്ല, സമുദായത്തിൻ്റെ ആകമാനമുള്ള അഭിവൃദ്ധിയുടെ കാരണമായി തീരുമ്പോഴാണ് അതിനൊരു സാമൂഹിക പ്രയോജനമുണ്ട് എന്ന് പറയുക. CS പുരുഷോത്തമൻ അധ്യക്ഷനായി. ബാലരാമൻ പെരുമ്പുള്ളി, KK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും മുതിർന്ന ചന്ദ്രധാര അംഗങ്ങളെയും സ്വന്തം വൃക്ക പകുത്തു നൽകിയ ഷൈജു സായിറാമിനെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഇനി ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കേരള കർഷക സംഘം മണലൂർ സെന്റർ യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. NC കുഞ്ഞയ്യപ്പൻ നഗറിൽ നടത്തിയ ചടങ്ങിൽ PV ദാസൻ പതാക ഉയർത്തി. കർഷക സംഘം ഏരിയ സെക്രട്ടറി VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇടമിനി ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി NRS ബാബു, CPM മണലൂർ ലോക്കൽ കമ്മിറ്റി മെമ്പർ അരുൺ ആനന്ദ്, ബ്രാഞ്ച് സെക്രട്ടറി MT താജൻ, TV ഭുവനദാസ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി പുതിനത്തൈകൾ വിതരണം ചെയ്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് TV ഭുവനദാസ്, സെക്രട്ടറി ആനന്ദൻ ഇടമിനി, ജോയിന്റ് സെക്രട്ടറി MT താജൻ, വൈസ് പ്രസിഡന്റ് അരുൺ ആനന്ദ് എന്നിവരെ തെരഞ്ഞെടുത്തു. വടനപ്പള്ളി ദേശീയപാതയിൽ ചിലങ്ക ഭാഗത്തെ വർഷങ്ങളായുള്ള വെള്ളക്കെട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് ചങ്ങാടമിറക്കിയും പേപ്പർ വഞ്ചികൾ ഒഴുക്കിയും മീൻ പിടിച്ചും പ്രതിഷേധിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ദേശീയപാതയിലെ വെള്ളക്കെട്ട് വഴിയാത്രക്കാർക്കും ബൈക്ക് യാത്രികർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ്. പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് നടത്താൻ കഴിയില്ലെന്ന് രേഖാമൂലം അറിയിക്കുകയാണെങ്കിൽ പ്രവർത്തനം നടത്താൻ തയ്യാറാണെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് സനീഷ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിനാസ് മങ്ങാടൻ, മണ്ഡലം സെക്രട്ടറി ഫാസിൽ, നബീൽ വാടാനപ്പള്ളി, ഉവൈസ്, അനീഷ്, സബീന, റാഫി, കോൺഗ്രസ് നേതാക്കളായ CM രഘുനാഥ്, ML സെബാസ്റ്റ്യൻ, അഹമ്മദ് ഉണ്ണി, PT ബെന്നി, PV ഉണ്ണികൃഷ്ണൻ, PC ഷീജ, MJ സേവിയർ, റിനാസ്, തഫ്വാൻ എന്നിവർ പങ്കെടുത്തു. മാമ്പുള്ളി ടീം നാടൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്റ്റാർ മണലൂർ, യോർക്കർ കിങ്സ് മണലൂർ എന്നീ ക്ലബ്ബുകളുമായി സഹകരിച്ച് നടത്തിയ മണലൂർ സ്പോർട്സ് അക്കാദമിയുടെ സമ്മർ ഫുട്ബോൾ ക്രിക്കറ്റ് ക്യാമ്പിന്റെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു. മണലൂർ ഗവൺമെന്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ ഇന്റേണൽ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരെയും വിജയികളായ ടീമിനെയും ചടങ്ങിൽ ആദരിച്ചു. മുൻ വർഷങ്ങളിലെ ക്യാമ്പിൽ നിന്നും പരിശീലനം ലഭിച്ച മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളായ വിഘ്നേഷ്, അഗ്നേയ്, ഷാലോക്, ബ്രഹ്മദത്ത്, ആയുഷ് എന്നിവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ക്ലബ് അംഗം ഡിജിൻ പൊറ്റക്കാട്ട്, ബൈജു ചുള്ളിയിൽ, സുധീർ പൊറ്റക്കാട്ട്, ഗിരീഷ് ചിറയത്ത്, സിദ്ധു കാറ്റനടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെൻറ് സ്കൂളിലെ ഒരു ഗ്രൗണ്ട് സന്ദർശിക്കലാണ്. അത് 14 ജില്ലകളിലും അതുപോലെ തിരഞ്ഞെടുത്ത് അദ്ദേഹം യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വന്നത് കണ്ടശാങ്കളവ് മുണ്ടശ്ശേരി മാഷ പേരിലുള്ള സ്കൂൾ ഗ്രൗണ്ടിലാണ് വന്നത്. അവിടെ വന്ന് അവിടുത്തെ ഇതുപോലത്തെ ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. ഒരു കോച്ചിങ് ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികളും പിന്നെ ആ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി അവിടെ സംസാരിച്ചത് വേറൊന്നുമല്ല, ഇവിടെ രാകേഷ് മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് സംസ്ഥാനത്ത് വ്യാപകമായി സിന്തറ്റിക് ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രചരണവും അതിനെതിരായിക്കൊണ്ടുള്ള നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആകർഷ്ടരാകുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതലായിട്ട് ആകർഷ്ടരായിക്കൊണ്ടിരിക്കുന്നത്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട്, ആ സന്ദർശന ജാഥയുടെ ഭാഗമായിട്ട് ഈ സംസ്ഥാന സർക്കാർ തന്നെ ആഗ്രഹിക്കുന്നത്. വാടനപ്പള്ളി 4-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരവും കുടുംബ സംഗമവും നടത്തി. കോൺഗ്രസ് നേതാവായിരുന്ന ജയശങ്കർ പെരുമ്പായിൽ നഗറിൽ നടന്ന കുടുംബ സംഗമം മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേന്ദ്രൻ കോനാടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ KB സുനിൽ മുൻകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, VG അശോകൻ, ഗിൽസ തിലകൻ, CM ശിവപ്രസാദ്, ജിജു വൈക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രണവ് P മാനങ്ങത്തിന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വളക്കൂറായി ഇന്ത്യയിലുടനീളം
യാത്ര ചെയ്ത് അന്നത്തെ ദരിദ്രനാരായണന്മാർക്കിടയിൽ സ്വന്തം ബാരിസ്റ്റർ കോട്ടും തൊപ്പിയും ഒക്കെ മാറ്റിവെച്ച് അവരുടെ വേഷത്തിൽ ഒരു മുണ്ട് പുതച്ച് ഒരു വടി ഊന്നി പിടിച്ച് അവർക്ക് അന്യനെന്ന് തോന്നാത്ത അവരുടെ സ്വന്തം ആളെന്ന് തോന്നുന്ന വേഷത്തിൽ അവരുമായി സംവദിച്ച് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടം, രാജ്യം എങ്ങനെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു, അന്യരാജ്യക്കാർ എങ്ങനെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എങ്ങനെ നമ്മുടെ രാജ്യത്തെ കൈവശപ്പെടുത്തും, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ എല്ലാവരും പ്രസംഗിക്കും. എങ്ങനെയാ സൂര്യൻ അസ്തമിക്കാതെ ആവുന്നത്? ഒരു ഭാഗത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ മറുഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്നതും രണ്ടും ബ്രിട്ടീഷ് കോളനികളാണ്. ലോക രാഷ്ട്രങ്ങളിലൊക്കെ തങ്ങളുടെ ആധിപത്യം നിലനിർത്തുന്ന ഒരു പ്രത്യേക സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആ തളിക്കുളം 13-ാം വാർഡിൽ 2ഇടങ്ങളിൽ വീടിന് മുകളിൽ മരം വീണു. പത്താങ്കല്ല പടിഞ്ഞാറ് വയൽപ്പാലം ഭാഗം താമസിക്കുന്ന മംഗളം ലേഖകൻ AG സുരേഷിന്റെ വീടിന് മുകളിലും കാജ കമ്പനി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന വട്ടപ്പള്ളി പ്രഭാകരൻ നായരുടെ വീടിന് മുകളിലുമാണ് മരം വീണത്. മണലൂർ MLA മുരളി പെരുന്നെല്ലിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് 24 ലക്ഷം രൂപ ഉപയോഗിച്ച് വടനപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. KB സുരേഷ്, ഇബ്രാഹിം പടുവിങ്ങൽ, V കല, ഷൈൻ, സുധ KB, സുലേഖ ജമാൽ, തൃശൂർ DMO ഡോക്ടർ TP ശ്രീദേവി, DPM ഡോക്ടർ സജീവ് കുമാർ, ആലപ്പുഴ ടെക്നിക്കൽ അസിസ്റ്റന്റ് K ഗോപകുമാർ, BDO രജികുമാർ, സൂപ്രണ്ട് ഡോക്ടർ അഞ്ജലി എന്നിവർ സംസാരിച്ചു. ഉണ്ടായ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു എക്സ്റേ അഭാവം നല്ലപോലെ നിഴലിക്കുന്നുണ്ട് എന്നുള്ളത് ഇവരെല്ലാവരും ആവശ്യപ്പെട്ടത്. ഇവരാവശ്യപ്പെടാൻ പറയുമ്പോൾ ഇരിക്കുന്നവരാവശ്യപ്പെടുമ്പോൾ അന്നില്ല. 4 കൊല്ലമല്ല നമ്മൾ ഈ പണം കൊടുത്തിട്ടിരിക്കുന്നത്. 2018-19 ഫണ്ടാത്. 2018-19 ഫണ്ടാണിത്. അപ്പോൾ 6 കൊല്ലം കഴിഞ്ഞു. 2018-19 ഫണ്ട് അതിൽ പ്രസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം അനുവദിക്കപ്പെട്ട പണം പോരാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വേണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത്. അഡീഷണൽ പണം നമ്മൾ അനുവദിച്ചു. അതിനാണ് 24 ലക്ഷം രൂപ. ഇതേ സമയത്ത് ഇതേപോലെ നടന്നാണ് ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് മുല്ലശ്ശേരി കേന്ദ്രം. അവിടെ എക്സ്റേ സ്ഥാപിച്ചു. ഇപ്പം അടുത്ത സമയത്ത് ഞാൻ തന്നെ പോയി എൻ്റെ എക്സ്റേ എടുത്തു. എന്ത് വേണോ പറഞ്ഞപ്പോൾ ഇത് കുഴപ്പമുണ്ടെന്ന് അറിയണ്ട. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിലും കാറ്റിലും പരക്കെ നാശനഷ്ടം. മരങ്ങൾ വീണ് വീടുകൾക്ക് നാശനഷ്ടം. നിരവധി വീടുകളിൽ വെള്ളം കയറി. കീഴ്പള്ളിക്കര മൊനയം ബണ്ട് സമയബന്ധിതമായി തുറക്കാത്തതിനാൽ കരയിടിഞ്ഞ് വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. പ്രതിഷേധം ശക്തമായി. വടനപ്പള്ളി ദേശീയപാതയിൽ ചിലങ്ക ഭാഗത്തെ വെള്ളക്കെട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.